എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമന വിഷയത്തിൽ കേരള കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക്. ഈ മാസം 7-ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. അധ്യാപക നിയമന പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ബന്ധപ്പെട്ടവരുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും വിദ്യാഭ്യാസ മന്ത്രി ഭീഷണിയുടെ സ്വരം അവസാനിപ്പിച്ച് അഭിപ്രായ സമന്വയ വഴിയിലേക്ക് വരണമെന്നും കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നടത്തുന്ന പ്രസ്താവനകൾ വസ്തുതകൾക്ക് നിരക്കാത്തതാണ് എന്നാണ് കേരള കോൺഗ്രസിന്റെ ആരോപണം. വിവിധ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് കീഴിൽ വരുന്ന എയ്ഡഡ് സ്കൂളുകളോടും അവർക്ക് നീതി കിട്ടാൻ വേണ്ടി ശബ്ദം ഉയർത്തുന്ന വിവിധ ക്രൈസ്തവ സഭാ മതമേലധ്യക്ഷന്മാരോടും ശത്രുതാപരമായ നിലപാടാണ് സംസ്ഥാന സർക്കാരും മന്ത്രിമാരും സ്വീകരിക്കുന്നത്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് NSS മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിന് സർക്കാർ അംഗീകാരം നൽകിയത് സ്വാഗതാർഹമാണ്. ഇതോടൊപ്പം തന്നെ സമാന സ്വഭാവമുള്ള എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കും നിയമനാംഗീകാരം ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ള സുപ്രീം കോടതി വിധിയുടെ ആനുകൂല്യം ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അനുവദിച്ചു നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഗവൺമെന്റും ഈ വിഷയങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്. തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിൽ ഉള്ള പ്രചരണങ്ങൾ ഇപ്പോൾ അടിച്ചുവിട്ടിരിക്കുകയാണ്. ഇത് തെറ്റായ നിലപാടാണ്. ഏറ്റവും വിലപ്പെട്ട സംഭാവന നൽകിയ ക്രൈസ്തവ സഭയെയും ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും LDF ഗവൺമെന്റും ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തെറ്റായ സമീപനം ജനാധിപത്യ കേരളത്തിന് ഭൂഷണമല്ല. ആ സുപ്രീം കോടതിയുടെ വിധിയിൽ തന്നെ പറയുന്നുണ്ട്, സമാന സ്വഭാവമുള്ള മറ്റ് സൊസൈറ്റികൾക്കും വിദ്യാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഈ വിധി ബാധകമാക്കാവുന്നതാണ്. അത് സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്ന പ്രസക്തമായൊരു കാര്യമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി സ്കൂളുകളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർക്കാം. തെരഞ്ഞെടുപ്പുകൾ അടുത്തപ്പോൾ ക്രൈസ്തവ സഭയും ചില UDF MLA-മാരും ജാതിക്കാർഡ് പ്രയോഗിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഭീഷണിയുടെ സ്വരം അവസാനിപ്പിച്ച് അഭിപ്രായ സമന്വയത്തിന്റെ വഴിയിലൂടെ അധ്യാപക സംവരണ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറാകണം. ഭിന്നശേഷിക്കാരിൽ നിന്നും അർഹത നേടിയവർക്ക് യഥാസമയം അധ്യാപക നിയമനം നടപ്പാക്കി കൊടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണെന്നും കേരള കോൺഗ്രസ് ആരോപിച്ചു. അധ്യാപക നിയമന വിഷയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വിവിധ സമരപരിപാടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം 7-ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം.